രാവിലെ ഭയങ്കര ചർച്ചയാണ് 4 പേര് ചേർന്ന്. ഷാനവാസ്, അനുമോള്, നൂറ, ആദില. ഈ വീക്കിലെ എല്ലാ ക്യാപ്റ്റന്മാരെയും ഒന്നിച്ച് പിടിച്ച് നോമിനേഷൻ ചെയ്യണമെന്ന് ആദില. 3 പേരും കൂടെ വന്നാൽ ഒരാൾ എന്തായാലും ഔട്ടാവും, പോകുമല്ലോ എന്ന്. അനുമോള് പറയുന്നത് ഇല്ല, പോത്തില്ലെന്ന്. അന്നേരം ആദില പറയുന്നത് എന്തായാലും 3 പേരിൽ ഒരാൾ പോയല്ലേ പറ്റത്തുള്ളൂ, അപ്പോൾ എന്തായാലും ഒരാൾ പോകും. അപ്പം ആദില തന്നെ പറയുന്നത് അവർ 3 പേരുടെ പിടിച്ച് നമ്മളെ നോമിനേഷൻ ചെയ്താൽ നമ്മളെന്ത് ചെയ്യും, ആരെങ്കിലും നമ്മളായിരിക്കും പോകുന്നത്, അവരിവിടെ നിൽക്കുകയും ചെയ്യും എന്ന് പറയുന്നു. അവർ 3 പേരും ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് ബിഗ് ബോസ് അവരെ 3 പേരും കൂടെ ഒന്നിച്ച് പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയെന്ന്. അവരെ 3 പേരെ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ചെയ്യും. അവരെല്ലാം പ്ലാൻ ചെയ്താണ് ചെയ്യുന്നതെന്ന് ഷാനവാസ്. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ക്യാപ്റ്റൻ വന്നിട്ടില്ല, 3 പേരെ ഒന്നിച്ച് ക്യാപ്റ്റൻ ആക്കുന്നതെന്ന് അനുമോള്. ബിഗ് ബോസ് അവരുടെ 3 പേരുടെയും ഗ്രൂപ്പിസം കാണുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരെ 3 പേരും കൂടെ ഒന്നിച്ച് പിടിച്ചിട്ടെന്ന് ആദില. എന്തായാലും ക്യാപ്റ്റൻസി വളരെ ബോറായി പോയെന്ന് നൂറ. ഒട്ടും കൊള്ളത്തില്ല. ആ അക്ബറൊക്കെ ആദ്യമായിട്ട് ക്യാപ്റ്റൻ ആയതാണ്. അന്നേരം ആദില പറയുന്നത് ആദ്യവും അവസാനമായിട്ടും ഉള്ള ക്യാപ്റ്റനെന്ന്. അനുമോള് പറഞ്ഞത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ. സത്യത്തിൽ ഇപ്പോഴത്തെ ക്യാപ്റ്റൻസി കാണുമ്പോൾ അനുമോള് ലാലേട്ടൻ്റെ മുമ്പ് വെച്ച് പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലായില്ല അനുമോള് പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന്. ഇപ്പം മനസ്സിലായി അനുമോൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. കറക്റ്റ് ഇത് തന്നെയാണ്. അവരുടെ നോമിനേഷന് വേണ്ടിയാണ് അവർ നോക്കുന്നത്, അല്ലാതെ ഒരു വീട് എങ്ങനെ നയിക്കണം എന്നുള്ള ഒരു ക്യാപ്റ്റനല്ല. 3 പേരും കൊള്ളത്തില്ല. 3 ക്യാപ്റ്റന്മാർക്കും ഒരു ഉത്തരവാദിത്തമില്ല. ഇന്നലെ അവർ പട്ടിണിയായിരുന്നു. ഇന്ന് രാവിലെ ഒരുപാട് ലേറ്റായിട്ടാണ് ഭക്ഷണം കിട്ടിയത്. ഞാൻ കിച്ചൺ ക്യാപ്റ്റനായിട്ടിരുന്നപ്പോൾ എനിക്ക് ഒരു വില തന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് ഷാനവാസ് പറയുന്നത്. അപ്പോൾ അനുമോള് പറയുന്നത് ഞാൻ എന്താണ് ചെയ്തത്, അടുത്ത് ഞാൻ വന്ന് പറഞ്ഞില്ല, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു, ഈ ഒരു തെറ്റ് ഞാൻ ചെയ്തതാണ്, അല്ലാതെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്. പിന്നെ ഞാൻ ഇനിയിപ്പോൾ വന്നിട്ട് പറയാം, അയ്യോ ഞാൻ ഒന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കോട്ടെ. അപ്പോൾ അവരെല്ലാവരും ഇവിടെ നിന്ന് ചിരിക്കുന്നു. ഷാനവാസ് പറയുന്നത് നീ പറയുന്ന ജോലിയൊക്കെ ഞാൻ ചെയ്യണം, പക്ഷേ ഞാൻ പറയുന്ന ഒന്നും നീ കേൾക്കത്തില്ല. ഞാൻ എന്തോ കേൾക്കാതിരുന്നത്, ഞാൻ ജോലി ചെയ്യാനല്ല വിളിച്ചത്, ഞാൻ കഴുകി വെച്ച പാത്രം ഒന്ന് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. അപ്പോൾ അതിൽ പറയുന്നത് നിങ്ങൾ പഴയ കാര്യങ്ങൾ അനുമോള് പറയുന്നത് അവരൊക്കെ പറഞ്ഞത് പറഞ്ഞോട്ടെ, പക്ഷേ അവരുടെ കൂട്ടത്തിൽ ചേർന്നത് കൊണ്ടാണ് എനിക്കൊരു ഇതായെന്ന് അനുമോള് പറയുന്നു. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.